നമഃശിവായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഭാവദർശനം മൂന്നാം ഭാഗം. ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഭാവദർശനം ശ്രീ ചൈതന്യ ചരിതാവലിയിൽ ചൈതന്യദേവൻ്റെ ഭാവദർശനം നമുക്കൊന്ന് പരിശോധിക്കാം. നരസിംഹോപാസകനായിരുന്ന ശ്രീവാസ പണ്ഡിതൻ ഒരു ദിവസം പൂജാമുറിയിലിരുന്ന് ജപിക്കുകയായിരുന്നു. വാതിലിൽ ആരോ മുട്ടി. ആരാത്? ശ്രീവാസ പണ്ഡിതൻ ചോദിച്ചു. വെളിയിൽ നിന്ന് മറുപടി പറഞ്ഞു, നീ ആരെ ആരാധിക്കുന്നുവോ ആ ഇഷ്ടമൂർത്തിയെ കണ്ടാലും. ശ്രീവാസൻ വാതിൽ തുറന്നു. ചൈതന്യ മഹാപ്രഭു ദിവ്യഭാവത്തിൽ ഉള്ളിൽ പ്രവേശിച്ച് പൂജാസ്ഥാനത്ത് വന്നിരുന്നു. മഹാപ്രഭുവിൽ നരസിംഹമൂർത്തി വിളങ്ങുന്നതായി ശ്രീവാസന് അനുഭവപ്പെട്ടു. അദ്ദേഹം ചൈതന്യനെ ശ്രീ നരസിംഹമൂർത്തിയായി പൂജിച്ച് സ്തുതിച്ചു. ശ്രീവാസന്റെ കുടുംബം മുഴുവനും പൂജിച്ചു. നരസിംഹമൂർത്തി ഭാവത്തിലിരുന്നു കൊണ്ട് മഹാപ്രഭു എല്ലാവരെയും അനുഗ്രഹിച്ചു. അഭയദാനം നൽകി കുറച്ചു കഴിഞ്ഞ് മഹാപ്രഭു മോഹാലസ്യപ്പെട്ട് താഴെ വീണു. പിന്നീട് ഉണർന്നപ്പോൾ മഹാപ്രഭു ശ്രീവാസനോട് ചോദിച്ചു, ഇവിടെ എന്താണ് നടന്നത്? എനിക്കൊരോർമ്മയുമില്ല. ഞാൻ വല്ല അബദ്ധവും പറഞ്ഞോ? ഉടനെ ശ്രീവാസൻ പറഞ്ഞു, ഭഗവാനെ, ഇനിയും അടിയനെ മോഹിപ്പിക്കരുത്. അവിടുന്ന് ആരാണെന്ന് അവിടുത്തെ കൃപ കൊണ്ട് അടിയന് മനസ്സിലായി. മഹാപ്രഭു ഭക്തനായ മുരാരി ഗുപ്തനെ വരാഹരൂപത്തിലും മറ്റു ചിലർക്ക് മറ്റു ഭാവങ്ങളിലും ദർശനം നൽകിയിട്ടുണ്ട്. മാതാ അമൃതാനന്ദമയി ദേവിയുടെ കൃഷ്ണഭാവ ദർശനവും ദേവീഭാവ ദർശനവും കണ്ടിട്ടുള്ളവർക്ക് ഒരു കാര്യം പൂർണ്ണ ബോധ്യമാകും. ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഭാവദർശനവും അമ്മയുടെ ഭാവദർശനവും ഒരേ തരത്തിലുള്ളതാണ്. അടിസ്ഥാനപരമായ ഒരു വ്യത്യാസവും എടുത്തു കാണിക്കാനില്ല. നരസിംഹഭാവം കാട്ടിയ ശേഷം മഹാപ്രഭു ബോധം കെട്ടതുപോലെ കിടന്നത് ഭക്തനെ പരീക്ഷിക്കാനുള്ളൊരു ലീല മാത്രമായിരുന്നു. മഹാപ്രഭുവിൻ്റെ പരീക്ഷണത്തിൽ ശ്രീവാസൻ ഭ്രമിച്ചില്ല. ചൈതന്യനും നരസിംഹവും രണ്ടാണെന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ചില്ല. അതിൽ മഹാപ്രഭു സന്തുഷ്ടി പ്രകടിപ്പിക്കുകയും ചെയ്തു. ദേവീഭാവം കഴിഞ്ഞ് അമ്മയും നിലത്തു കിടന്ന് വിശ്രമിക്കുക പതിവായിരുന്നു. അതു കണ്ടിട്ട് അമ്മയുടെ ദേഹത്തു വന്നു കയറിയിരുന്ന ദേവി വിട്ടുപോയതാണെന്ന് ആളുകൾ ധരിച്ചു. എന്നാൽ ശ്രീവാസനെ പോലെയുള്ള ഭക്തന്മാർ അമ്മയ്ക്ക് ധാരാളമുണ്ട്. അവർ ഭാവസമയത്തെ അമ്മയെയും സാധാരണ സമയത്തെ അമ്മയെയും ഒന്നെന്നു തന്നെ കരുതി ആരാധിച്ചു പോരുന്നു. അതു ശരിയാണെന്ന് പലതവണ അമ്മ തന്നെ സ്വകാര്യ സംഭാഷണങ്ങളിൽ സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. സാധാരണ അവസരങ്ങളിൽ മനുഷ്യരുടെ പരിമിതികളോടെ അമ്മ പെരുമാറുന്നു. എന്നാൽ ഭാവസമയത്ത് താൻ മനുഷ്യ സ്ത്രീയാണെന്ന നാട്യം അമ്മയ്ക്കില്ല. ഈ സമയം മറമാറ്റി ഉള്ളിലെ ശക്തി കൂടുതൽ അമ്മ വെളിയിൽ പ്രകാശിപ്പിക്കുന്നു. അവതാരത്തിൻ്റെ ഭാവദർശനത്തെ ആവേശം എന്ന് ശീർഷകത്തിൽ പെടുത്തിക്കൂടാ എന്ന് വ്യക്തമാണ്. ചൈതന്യ മഹാപ്രഭു ആവേശാവതാരമല്ല, രാധാകൃഷ്ണന്മാരുടെ സംയുക്ത അവതാരമെന്ന് പ്രസിദ്ധമാണ്. ചൈതന്യ മഹാപ്രഭുവിൽ നരസിംഹവും വരാഹവും ഒന്നും വന്നുപോയില്ല. ഭക്തന്മാരുടെ ഇഷ്ടമനുസരിച്ച് ഓരോരോ ഭാവങ്ങൾ സ്വീകരിക്കുകയാണ് ചെയ്തത്. ശ്രീകൃഷ്ണനിൽ രാമൻ വന്നുപോയില്ല. കൃഷ്ണൻ തൻ്റെ രാമഭാവം ഹനുമാന് കാണിക്കുകയാണ് ചെയ്തത്. ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഭാവദർശനത്തോട് ഏറ്റവും അടുത്ത സമാനത പുലർത്തുന്നതാണ് മാതാ അമൃതാനന്ദമയി ദേവിയുടെ ഭാവദർശനം. ഒരു വ്യത്യാസം എടുത്തു പറയാനുണ്ട്. മഹാപ്രഭുവിൻ്റെ ഭാവദർശനത്തിന് പരിമിത ലക്ഷ്യമായിരുന്നു. അല്പനേരത്തേക്കേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അമ്മയുടെ കൃഷ്ണദേവി ഭാവങ്ങൾ ഭക്തന്മാരുടെ താല്പര്യം മുൻനിർത്തി ദീർഘനേരത്തേക്കുണ്ട്. ആഴ്ചയിൽ 3 ദിവസം ഭാവം സ്വീകരിക്കുകയും ചെയ്യുന്നു. ബംഗാളിലെ ആനന്ദമയി മാ ഭജന സമയത്ത് ശിവഭാവവും ദുർഗാഭാവവും മറ്റും സ്വീകരിച്ചിരുന്നു. ആളുകളിൽ ആധ്യാത്മികമായ ഉണർവുണ്ടാക്കുന്നതിന് ഭാവദർശനത്തെ വിപുലമായ തോതിൽ പ്രയോജനപ്പെടുത്തുന്ന കാഴ്ച മാതാ അമൃതാനന്ദമയി ദേവിയുടെ ജീവിതത്തിലാണ് നാം ദർശിക്കുന്നത്. ഭഗവത് ഭാവവും ഭക്തൻ എന്ന ഭാവവും മഹാപ്രഭുവിൽ ഒരേ സമയം ഉണ്ടായിരുന്നു.
അവസാന കാലത്ത് ശ്രീരാമകൃഷ്ണദേവനും ഈ രണ്ട് ഭാവങ്ങളിലും ഇരുന്നു. അമ്മയുടെ അവസ്ഥയും ഇതുതന്നെയാണ്. കൃഷ്ണദേവി ഭാവങ്ങളിൽ ആയിരങ്ങളെ അനുഗ്രഹിക്കുന്ന അമ്മ ഭാവസമയം കഴിഞ്ഞാൽ ഭക്തയുടെ രൂപത്തിലാണ് പ്രത്യക്ഷപ്പെടുക. ഭഗവത് ഭാവത്തിലും ഭക്തനെന്ന ഭാവത്തിലും മഹാപ്രഭു ലീലയാടിയെങ്കിലും അന്തരംഗ ഭക്തന്മാർ കബളിപ്പിക്കപ്പെട്ടില്ല. അവർ എപ്പോഴും മഹാപ്രഭുവിനെ അവതാരമായി കണ്ടു. എന്നാൽ സാധാരണക്കാർ ധരിച്ചത് ഭക്തനായ മഹാപ്രഭുവിൽ മറ്റു ദേവന്മാർ ആവേശിച്ചു മാറുന്നു എന്നായിരുന്നു. അമ്മയുടെ കാര്യത്തിലും ഇതുതന്നെ സംഭവിച്ചിരിക്കുന്നു. അമ്മയിൽ ഭഗവാനും ഭഗവതിയും വന്നു പോകുന്നു എന്ന് സാധാരണക്കാർ കരുതുന്നു. പക്ഷേ അമ്മയെ എപ്പോഴും ദേവിയായി തന്നെ കാണുന്ന ഭക്തന്മാർ ധാരാളമുണ്ട്. ജഗന്മാതാവ് കൃഷ്ണഭാവവും കാളീഭാവവും ഭക്തയുടെ ഭാവവുമെല്ലാം പ്രദർശിപ്പിക്കുക മാത്രം ചെയ്യുന്നു. ഒരു വ്യക്തിയിൽ പല ഭാവങ്ങളുണ്ട്. അയാൾ മക്കളുടെ മുന്നിൽ പിതൃഭാവം സ്വീകരിക്കുന്നു, ഭാര്യയുടെ മുൻപിൽ ഭർതൃഭാവം കൈക്കൊള്ളുന്നു, മിത്രത്തിൻ്റെ അടുക്കൽ മിത്രഭാവത്തിൽ പെരുമാറുന്നു. അതുപോലെ അവതാരങ്ങൾ ഭക്തന്മാരെ ഓരോ ഭാവത്തിൽ അനുഗ്രഹിക്കുന്നതിനെ ഭാവദർശനം എന്ന് പറയാം. ഹരി ഓം നമഃ ശിവായ.